കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഹിന്ദി ക്ലാസ്സിൽ കുറച്ച് പുതിയ കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ ബലം പ്രയോഗിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളതിനെന്താ പറയുന്നത്? സെബർദസ്തി എന്നാണ്. സെബർദസ്തി തും മേരെ സാത്ത് കുച്ച് നഹീ കർ സക്താ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അടുത്ത് ബലം പ്രയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ശ്രമിക്കാൻ പറ്റത്തില്ലെന്നാണ്. സെബർദസ്തി തുമേരെ സാത്ത് കുച്ച് നഹീ കർ സക്താ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിലൊക്കെ വേണ്ടി വരുന്നൊരു കാര്യമാണ്, അറിയാൻ പറ്റത്തൊരു പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളെ ഇപ്പം താഴെ വീണ കൈ പൊട്ടിയിരിക്കുകയാണെന്ന് വിചാരിച്ചോ, കൈ മുറിഞ്ഞ്. അപ്പം നിങ്ങൾ എല്ലായിടത്ത് ചോദിക്കുവാണ്, തുമയ്ക്കാവുക തു കേസാ തുമേ കുച്ച് ഉവാത്തോ നയ്യാനാ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ പറയാം മാമൂലിസ ചോട്ടെ, മാമൂലിസ ഏക്ക് ചോട്ടെ എന്ന് പറയാം. മാമൂലിസ ഏക്ക് ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ മുറിവാണ്, മുച്ച കുച്ചനായി പോവാ, അങ്ങനെ പറയാം. അതുപോലെ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചിട്ടിരിക്കുക, അയാളുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. മേ തുംസെ തങ്ങാകെയാവോ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നിന്നോട് പറഞ്ഞ് ഇതായിപ്പോയി, എനിക്ക് കഴിയല്ല നിന്നോട് പറയാൻ, ക്ഷീണിച്ചു പോയി. തങ്ങാകെയാവോ മേ തുംസെ ബാത് നഹീ കർ സക്താ, അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ നമുക്ക് ഇപ്പം ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയും? മേ കോഷിഷ് കർ റാ ഹൂം, മേസെ കർണേക്ക് കോഷിഷ് കർ റാ ഹൂം. പിന്നെ ഇപ്പം നമുക്ക് ഒരാളോട് കുറേ നാളുകളുടെ ബന്ധം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാം, മുझे उसके साथ पुराना रिश्ता है, ഒരുപാട് പഴയ ബന്ധമുണ്ട്, പുരാന റിശ്ത ഹെ, ബഹുത് സാൽ കാ റിശ്ത ഹെ എന്നും പറയാം. മുझे उसके साथ बहुत साल का रिश्ता है, ഒരുപാട് നാളത്തെ ബന്ധമുണ്ട് എന്ന് പറയാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ സംസാരം കേട്ടിട്ട് ചിരി വരികയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ആൾ പറയുവാണ്, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? തോക്കു അസ്ര എന്ന് ചോദിക്കുവാണ്, നീ എന്താണ് ചിരിക്കുന്നത്? അപ്പം നമുക്ക് പറയണം, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നത് കൊണ്ടാണെന്ന് പറയാം. അപ്പം എങ്ങനെ പറയണം? മേ ആപ്കി മസാഖ് സുൻകർ അസ്ര ആവൂ, മേ ആപ്കി മസാഖ് സുൻകർ എസെ അസ്ര ആവൂ എന്ന് പറയാം. ഇനി നമ്മൾക്കിപ്പം ഒരു കാര്യം ഇഷ്ടമല്ല, ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല, അപ്പോൾ നമ്മൾ എന്ത് പറയും? മുझे പസന്ത് നഹീ ഹൈ, മുझे പസന്ത് നഹീ ഹൈ, അല്ലെങ്കിൽ മുझे പസന്ത് നഹീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ നമുക്ക് മുझे കർണ ബിൽക്കുൽ പസന്ത് നഹീ എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, മുझे കർണ ബിൽക്കുൽ പസന്ത് നഹീ ഹൈ, അങ്ങനെ പറയണം. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ മുझे ऐसे കർണ ബിൽക്കുൽ പസന്ത് നഹീ എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയണമെങ്കിൽ എങ്ങനെയാണ് പറയുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് അയാളെ നിർത്തണം, പറച്ചിൽ അയാളുടെ സംസാരം നിർത്തണം. ബസ് തും ചുപ് കറോ, ബസ് തും ചുപ് കറോ, ബസ് തും ചുപ് കറോ എന്ന് പറയാം. ഇനി ഇപ്പം തൂ ചുപ് കറോ എന്ന് പറയുകയാണെങ്കിൽ നീ മിണ്ടാതിരിക്കുക. ഇനി ഇച്ചിരി പ്രായമുള്ള ആളാണെങ്കിൽ ചുപ് കറോ എന്ന് പറയാം. ഇനി നമ്മുടെ ചേട്ടൻ്റെ പ്രായമുള്ള ഒരാളാണെങ്കിൽ ബസ് ഭയ്യ ചുപ് കറോ, ചുപ് കറോ അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ അയാളുടെ ശബ്ദം കുറച്ചാൽ മിണ്ടാന്ന് നിൽക്കും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഭയങ്കര എളുപ്പമാണെന്നുള്ള രീതിയിൽ പറയണം. ഒരാളുടെ അടുത്ത് പറയണം, ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ, എനിക്കിത് വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അതെങ്ങനെ പറയും? അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. മുझे काम करना बहुत आसान है, मुझे काम करना बहुत आसान है, മുझे काम करना बहुत आसान എന്ന് പറഞ്ഞാൽ, മുझे എന്ന് പറഞ്ഞാൽ എനിക്ക്, കാം കർണ എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യാൻ, ആസാൻ ഹെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ മുझे करना बहुत आसान है, എനിക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അങ്ങനെ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് പറയണം, എനിക്ക് അവനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, നീ അവനെ അവിടുന്ന് മാറ്റ്, നീ അവനെ അവിടുന്ന് മാറ്റ് എന്ന് പറയണം. അങ്ങനെ പറയും, മുझे उसको देखकर है ना गुस्सा हो रहा है भाई, उसे वहाँ से हटा दो, वहाँ से हटा दो അങ്ങനെ പറയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് മുझे बहुत गुस्सा हो रहा है, എനിക്ക് വളരെ ദേഷ്യം വരുന്നു,
ഉസ്കോ ദേക്കർ അവനെ കണ്ടിട്ട് ഇസിലിയെ തും ഉസെ വഹാസെ ഹട്ടാദോ, അതുകൊണ്ട് ഇസിലിയെ ഉസെ ഹട്ടാദോ എന്ന് പറയുകയാണെങ്കിൽ വഹാസെ ഹട്ടാദോ എന്ന് പറയുകയാണെങ്കിൽ ഹട്ടാദോ എന്ന് പറഞ്ഞാൽ അവനെ അവിടുന്ന് മാറ്റ്, ഹട്ടാദോ അവനെ അവിടുന്ന് മാറ്റ്, അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മേളിലേക്ക് നടന്നു പോകണം, സ്റ്റെപ്പ് കയറി പോകണം. അപ്പം നിങ്ങൾ ഒരു പ്രായമുള്ള ഒരാളെ കാണുവാണ്, അപ്പം അയാളും സ്റ്റെപ്പ് കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അയാളുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കണം, നിങ്ങൾ ലിഫ്റ്റിലാണോ പോണത് അതോ പടി കയറിയിട്ടാണോ? അപ്പോൾ सीढ़ी ചढ़कर ऊपर जाने वाले है या ലിഫ്റ്റ് में जाने वाले है എന്ന് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ सीढ़ी ചढ़कर ऊपर जाने वाले है എന്ന് ചോദിച്ചാൽ പടികൾ കയറി മേളിലോട്ട് പോകാനാണോ നിൽക്കുന്നത്, അതോ ലിഫ്റ്റ് में जाने वाले है എന്ന് ചോദിച്ചാൽ ലിഫ്റ്റിൽ പോകാനാണോ നിൽക്കുന്നത്. അപ്പോൾ അയാൾ പറയും मैं ലിഫ്റ്റ് में जाने वाला हो അല്ലെങ്കിൽ सीढ़ी चढ़कर जाने वाला हो എന്ന് പറയും. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുവാണ്, അയാൾ ചോദിക്കുവാണ് തും കേസേ ജാനെ വാലെ ഹേ, सीढ़ी चढ़कर जाने वाले है या ലിഫ്റ്റ് में जाने के लिए रुके है എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറയാം मैं तो सीढ़ी चढ़कर जाऊँगा. അബി ജാവുങ്ക എന്ന് പറഞ്ഞാൽ सीढ़ी चढ़कर जाऊँगा എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് കയറി പോകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ സ്റ്റെപ്പ് കയറി പോകാൻ നമുക്കൊരുമിച്ച് പോകാം, സ്റ്റെപ്പ് കയറി നമുക്ക് ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പോകാമെന്ന് പറയുകയാണെങ്കിൽ അബി മേരെ സാത്താവോ ഹം ദോനോ सीढ़ी चढ़कर ऊपर जाएंगे बातें कर कर जाएंगे അങ്ങനെ പറയാം. हम लोग आपस में बातें कर कर सीढ़ी चढ़कर जाएंगे എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി പോകാം എന്നാണ്. അതുപോലെ നമുക്കിപ്പം ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഇത് ചെയ്യണ്ട, ഏക്കാം ചോടുതോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യണ്ട, ഈ ചെയ്തിട്ടിരിക്കുന്ന കാര്യം ചെയ്യണ്ട, നിർത്ത് എന്നാണ്. അപ്പോൾ ഏക്കാം ചോടുതോ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പറയണം എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഈ കാര്യം തീർക്കണം എന്നങ്ങനെ പറയും. मैं काम ज़रूर करूँगा, मैं काम आधे रास्ते पे नहीं छोड़ूंगा, ये काम मैं पूरा करूँगा എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജോലി പകുതി വഴിയിൽ നിർത്തത്തില്ല, ഞാനിത് മുഴുവനായിട്ട് ചെയ്തിട്ട് നിർത്തത്തുള്ളൂ. മേ പൂരാ കരൂങ്ക എന്ന് പറഞ്ഞാൽ ഞാനിത് മൊത്തത്തോടെ ചെയ്യും. അതേ രാസ്തേപ്പെ നെയ് ചോട് ദൂങ്ക എന്ന് പറഞ്ഞാൽ ഞാനിത് പകുതി വഴിയിൽ ഉപേക്ഷിക്കത്തില്ല, ഞാനിത് മുഴുവനായിട്ട് ചെയ്യും എന്നാണ്. പിന്നെ നമുക്ക് ഇപ്പം വളരെയധികം ഒരു കാര്യം കേട്ടിട്ട് സന്തോഷം തോന്നുവാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുവാണ്. അപ്പോൾ നമ്മളത് കേട്ട് ആ വാർത്ത പറഞ്ഞ ആളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോട്, എനിക്ക് നിങ്ങൾ ഈ വാർത്ത എന്നെ അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നെങ്ങനെ പറയും. आपने खबर मुझे सुनाया इसलिए मैं बहुत खुश हूँ, आपसे कैसे धन्यवाद बोलना है मुझे पता नहीं है എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ഈ കാര്യം അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, നിങ്ങളുടെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എന്നാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ പറയാം. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മുടി മുട്ടയടിക്കാൻ വേണ്ടി പറയുകയാണ്, തുമാര ബാൽ ഗഞ്ചാക്കറോ മുട്ടയടിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് മെനൈ കറൂങ്ക മെര ബാൽ മുझे बहुत पसंद है. അതുപോലെ ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ മുടി ഭയങ്കര ഭംഗിയാണ് കാണാനെന്ന്, ആപ്കാ ബാൽ ബഹുത്ത് അച്ഛാ ലഗ്താ ഹൈ എന്ന് പറയുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറയണം അയാളുടെ മുടിയും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയണം. അപ്പോൾ ആപ്കാ ബി ബാൽ ബഹുത്ത് അച്ഛാ ലഗ്താ ഹൈ, ആപ്കാ ബി ബാൽ ബഹുത്ത് അച്ഛാ ലഗ്താ ഹൈ എന്ന് പറയാം, അല്ലെങ്കിൽ പസന്ത് ഹൈ മുझे എന്ന് പറയാം, എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയും നല്ലതാണ്. आपका भी बाल अच्छा लगता है എന്ന് പറയാം, आपका भी बाल अच्छा लगता है भैया എന്ന് പറയാം. ഇനിയിപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ഉഷ്ണിച്ചിരിക്കുകയാണ്, അപ്പം നിങ്ങൾക്ക് പറയണം ആ AC യുടെ സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ പറയാം बहुत गर्मी हो रहा है भैया वो AC का स्विच ഓൺ करो. അങ്ങനെ പറഞ്ഞാൽ मुझे बहुत गर्मी हो रहा है, गर्मी എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്,
ഓ എ സി കാ സ്വിച്ച് ഓൺ കറോ എന്ന് പറഞ്ഞാൽ ആ എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്യ് എന്നാണ്. അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആരെങ്കിലും അടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ പേടിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവനോട് പറയണം, എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല, നീ എന്ത് വേണേൽ ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു ഭയവും ഇല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? मैं तुमसे नहीं डरता, तू जो कुछ भी कर सकता है कर लो, मैं तुमसे कभी डरूंगा नहीं. അങ്ങനെ പറയാം. मैं तुमसे नहीं डरता, तुझे जो करना है करो, അങ്ങനെയും പറയാം. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയില്ല, നിനക്ക് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തോ എന്നാണ്. मैं तुमसे नहीं डरता, मैं तुमसे नहीं डरता എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പേടിക്കുന്നില്ല. तुम्हें जो करना है करो, നിനക്ക് എന്താണ് ചെയ്യാനുള്ളത് ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല എന്നാണ്. ഇപ്പോൾ പ്രായമുള്ള ഒരാളെ അടിക്കാൻ വേണ്ടി കൈ പൊക്കുവാണ്. അപ്പം നിങ്ങൾക്ക് അവനോട് പറയണം, നീ ഇത്രയും പ്രായമുള്ള ഒരാളെയാണ് അടിക്കാൻ പോകുന്നത്, നിനക്ക് നാണമില്ല അല്പം പോലും എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? तू इतने बड़े आदमी को हाथ उड़ाकर मारने जा रहा है क्या, तुम्हें थोड़ी सी भी शर्म नहीं आई क्या എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ तुम्हें थोड़ी सी भी शर्म नहीं आता क्या എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ നിനക്ക് ഇത്രയും പ്രായമുള്ള ഒരാളെ കൈവക്കി അടിക്കാൻ തോന്നിയാൻ എങ്ങനെ തോന്നി, നിനക്ക് അല്പം പോലും നാണമില്ലേ എന്നാണ്. അപ്പം ഇതൊക്കെ പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പറയേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇത് ഓരോ സ്ഥലങ്ങളിൽ പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അടുത്തടുത്ത് ബന്ധമുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. ഇച്ചിരി ഇപ്പം നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിപ്പിച്ചത് അടുത്തടുത്ത് ബന്ധമുള്ളതും അടുത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി ആ സാഹചര്യം വരുമ്പോൾ അതനുസരിച്ച് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇന്ന് പതിപോലെ രണ്ട് ചോദ്യം ചോദിക്കാം. ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദി ചോദിക്കും, നിങ്ങൾ അതിൻ്റെ മലയാളത്തിൽ ഉത്തരം പറയണം. തും ബാത്തേ ബോത് കർത്തേ ഹോ, തുംസെ ബാത് കർനാ മൈ നഹീ ചാത്താ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത്? തു ബാത്തേ ബോത് കർത്തേ ഹോ, തുംസെ ബാത്ത് കർനാ മൈ നഹീ ചാത്താ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, മുझे उसको देखकर बहुत पसंद आ गया, मैं ज़रूर उससे शादी करूँगा. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇഷ്ടമാണെങ്കിൽ അത് മനസ്സിലാക്കിയത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. എന്ന് പറഞ്ഞാൽ मैं उसे पसंद करता हूँ, मैं उसे शादी करूँगा എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ മതി, അറിയാത്തവരും പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ്. രണ്ട് ചോദ്യമാണ് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കണം, എന്നാലേ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. നിങ്ങളുടെ ഫ്രണ്ട്സ് ഹിന്ദി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ ബൈ.